ഹായ് ഗായ്സ്, ഇന്ന് ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇവിടെ ആർമിയിൽ ഡിസബിൾഡ് സോൾജേഴ്സിനായിട്ട് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിന് പോയി വന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഷെയർ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, പല കാരണങ്ങളാൽ ഇങ്ങനെ വീൽ ചെയറിലായ ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. എന്നെ പോലെ ഇങ്ങനെ അനുഭവിക്കുന്നവർ ഇഷ്ടം പോലെ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. നമ്മുടെ ഈ വീൽ ചെയറിലായാലും ജീവിതം എവിടെയും അവസാനിച്ചില്ല, നമ്മുടെ ജീവിതം തീർന്ന് ഇനി മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വീൽ ചെയറിലാണെങ്കിൽ പോലും നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് പല ഗെയിംസും നമ്മുടെ കഴിവുകളും പുറത്ത് കൊണ്ടുവരാനുള്ള ഒരു ടൈമും കൂടിയാണ്. പല പല ഓപ്പർച്യൂണിറ്റീസും കിട്ടാറുണ്ട്. അപ്പം എനിക്ക് പറയുന്നത്, ഇന്നത്തെ ദിവസം തന്നെ വെക്കുന്നത് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളും അവർക്കും സൊസൈറ്റിയിൽ ബാക്കിയുള്ളവരെ പോലെ തന്നെ ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതും കൂടെ ഒരു ദിവസമാണ്. അപ്പോൾ ഗവൺമെൻറ് ആണെങ്കിലും ഗവൺമെൻറ് നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഫെസിലിറ്റീസ് ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലിപ്പോൾ അധിക സൗകര്യം ഞാൻ അങ്ങനെ കണ്ടില്ല. ഇപ്പോൾ ബസ്സാണെങ്കിലും ഇപ്പോൾ KSRTC ബസ്സൊക്കെ പുതിയത് ഒരുപാട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇറക്കുമ്പോൾ ഇനി പുതിയതായി വരുന്ന എന്ത് ഫെസിലിറ്റി ആണെങ്കിലും ഈ ഡിസബിൾഡ് അനുഭവിക്കുന്നവർക്കും കൂടെ ഉള്ള സൗകര്യം വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആരും അടച്ചിട്ട്, അതായത് വീട്ടിൽ തന്നെ ഒതുങ്ങേണ്ടവരല്ല, പുറത്തേക്ക് വരണം. അപ്പം അങ്ങനെ വരണമെങ്കിൽ ഈ സൊസൈറ്റി തന്നെ ഞങ്ങളെ കൈപിടിച്ച് കൂടെ കൂട്ടണം. അതായത് നേരം ഞാൻ ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഡിസബിലിറ്റി അല്ല കേട്ടോ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. അതായത് ഒരിക്കലും ഡിസബിൾഡ് എന്ന് പറയരുത്, എൻ്റെ ഭാഗത്ത് ഒരു തെറ്റാണ് ഇപ്പോൾ പറഞ്ഞതിൽ. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്, അതായത് പലതരത്തിൽ കഴിവുള്ളവർ, അങ്ങനെ വേണം പറയാൻ. ഡിസബിൾഡിൻ്റെ കാട്ടിലും സ്ട്രോങ് ആണ് നമ്മുടെ എബിലിറ്റി. അപ്പോൾ ഒരിക്കലും ഡിസബിൾഡ് എന്ന് പറയരുത്. ഞങ്ങളെപ്പോലുള്ളവരെ ആ കണ്ണിലൂടെ കാണുകയും ചെയ്യരുത്. പല ടാലൻറ്റും കഴിവുകളും ഞങ്ങളെപ്പോലുള്ളവർക്കും ഉണ്ട്. അത് കൊണ്ടുവരേണ്ടത് ഈ കൂടെ ഉള്ളവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഉള്ളൂ, ഈ സൊസൈറ്റീൻ്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഉള്ളൂ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ തന്നെ ഒതുങ്ങിപ്പോവും അവരുടെ ലൈഫ്. എൻ്റെ ഒരു കമൻറ്റിൽ വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടപ്പോൾ, സ്കൂൾ കുട്ടീനെ പോലെ ഉണ്ട് യൂണിഫോമിൽ. ഇത് വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഇവിടെ ആർമിയിൽ ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ID കാർഡും യൂണിഫോമുമാണ്. ഇതാണ് എനിക്കിവിടെ ഞാൻ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഇവിടെ ഉള്ള യൂണിഫോം ഇതാണ്. അപ്പോൾ ബാക്കി ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ വീഡിയോ കാണിക്കാം. ഈ കാണുന്നവരൊക്കെ ആർമിയിലെ സോൾജേഴ്സാണ് കേട്ടോ. പല സാഹചര്യങ്ങളിലാൽ ഇങ്ങനെ ഇഞ്ചുറി പറ്റി വീൽ ചെയറിലായവരാണ്. ഇതിലൊത്തിരി പേരുണ്ട്. 40-50 വർഷമായിട്ടും വീൽ ചെയറിൽ തന്നെ ഉള്ളവർ. കാർഗിൽ വാറിൽ പറ്റിയ ആൾക്കാർ വരെ ഇതിലുണ്ട്. ഇപ്പോൾ ആർമിയിൽ നിന്ന് വിരമിച്ചവരാണ്, റിട്ടയർഡായ സോൾജേഴ്സാണ്. ഞങ്ങളെ നായിബ് സുബൈദാർ ഭോപാൽ സിംഗ് സാബാണ്. നല്ല അടിപൊളിയും നല്ല മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സോൾജർ സാബാണ്. സാബിനെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ നല്ല